മൈ എയിം അക്കാഡമിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയുടെ വടക്കേ അതിരായ ഉത്തരപർവ്വത മേഖലയെ പറ്റിയിട്ടാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കോമൻറ്റ് ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഉത്തരപർവ്വത മേഖല സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ജമ്മു കാശ്മീർ മുതൽ വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ നീളുന്ന സ്ഥലത്താണ്. ഏറെക്കുറെ 2400 കിലോമീറ്റർ നീളമുള്ള ഒരു പർവ്വത ശൃംഖലയാണ് ഈ ഉത്തരപർവ്വത മേഖല. ശിലാമണ്ഡല ഫലകങ്ങൾ തമ്മിൽ സംയോജിച്ച് ഭൗമപാളി മടങ്ങി ഉയർന്നിട്ടാണ് ഈ ഒരു പർവ്വതം രൂപം കൊണ്ടിരിക്കുന്നത്. ശിലാമണ്ഡല ഫലകങ്ങൾ എന്നാൽ ലിതോസ്ഫിയർ ആണ്. ഭൂമിയുടെ ഏറ്റവും പുറന്തോട് അല്ലെങ്കിൽ പുറത്തുള്ള ലെയറെയാണ് ലിതോസ്ഫിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഇവ സംയോജിച്ച് ഭൗമപാളി മടങ്ങി ഉയർന്നിട്ടാണ് പർവ്വതം രൂപം കൊണ്ടിരിക്കുന്നത്. ഹിമാലയത്തിന്റെ രൂപീകരണ വേളയിൽ തെക്ക് പർവ്വതനിരകൾക്ക് സമാന്തരമായി 2000 മീറ്ററിലധികം താഴ്ചയുള്ള ഒരു അഗാധ ഗർത്തം സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ജമ്മു കാശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര ഇത്രയും സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഭൂരിഭാഗം പ്രദേശങ്ങളും ഈ ഒരു പർവ്വതനിരയുടെ ഭാഗമാണ്. ഇനി ഈ പർവ്വതനിര എങ്ങനെയാണ് രൂപം കൊണ്ടതെന്ന് നോക്കാം. ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടി ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെതീസ് എന്നൊരു സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നിട്ടാണ് ഈ ഒരു ഹിമാലയ പർവ്വതനിരകൾ രൂപപ്പെട്ടിരിക്കുന്നത്. ശാസ്ത്രജ്ഞന്മാർ ഈ നിഗമനത്തിൽ എത്തിച്ചേരാനുള്ള കാരണം ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ള സമുദ്രജീവികളുടെ ഫോസിലുകളാണ്. ഈ ഒരു വാദത്തിനെ അനുകൂലിക്കുന്ന ഒരു തെളിവുകളായിട്ടാണ് ഈ ഫോസിലുകളെ ഇവർ കാണുന്നത്. അങ്ങനെയാണ് ഈ ഉത്തരപർവ്വത മേഖല രൂപപ്പെട്ടിരിക്കുന്നത്. ഒരു വൻമതിൽ പോലെയാണ് ഈ ജമ്മു കാശ്മീർ മുതൽ അരുണാചൽ പ്രദേശ് വരെ ഈ ഒരു മലനിര അല്ലെങ്കിൽ ഉത്തര പർവ്വത മേഖല സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു മതില് പോലെയാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയെ പുറത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു മതില് പോലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തെ എങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം ഉത്തരപർവ്വത മേഖലയെ. ഒന്ന് ട്രാൻസ് ഹിമാലയം, രണ്ടാമത്തത് ഹിമാലയം, മൂന്നാമത്തത് കിഴക്കൻ ഹിമാലയം അഥവാ ഈസ്റ്റേൺ ഹിമാലയം. അപ്പൊ ട്രാൻസ് ഹിമാലയം എന്ന് പറഞ്ഞാൽ ഇതാണ് ഹിമാലയത്തിന്റെ ഭാഗങ്ങൾ ഇതാണ്. ഇത് മുതൽ ഇതുവരെയാണ്. അപ്പോ അതിന് തൊട്ട് മേലെ അല്ലെങ്കിൽ നോർത്തിലായിട്ടാണ് ട്രാൻസ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഈ ട്രാൻസ് ഹിമാലയത്തിൽ എ എന്ന് കാണിച്ചിരിക്കുന്ന ഈ ഭാഗത്താണ് കാറാകോറം റീജിയൻസ് ഉള്ളത്. കാറാകോറം മലനിരകൾ ഉള്ളത് ഈ ഭാഗത്തും, ലഡാക്കിന്റെ മലനിരകൾ ഉള്ളത് ഈ ഭാഗത്തും, സസ്കറിന്റെ മലനിരകൾ ഉള്ളത് ഈ സി എന്ന ഈ ഒരു ഭാഗത്തുമാണ്. അപ്പൊ ഈ ഒരു മുഴുവൻ ഭാഗത്തെ മുഴുവനായി പറയുന്ന പേരെന്താണ്? ട്രാൻസ് ഹിമാലയം എന്നാണ്. ഈ ഹിമാലയം റീജിയൻ ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെ നീളുന്നു. ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു ഭാഗമാണ് ഹിമാലയം റീജിയൻ. ആ റീജിയണിലുള്ള മലനിരകൾ എന്ന് വെച്ചാൽ ആദ്യത്തേത് ഹിമാദ്രിയാണ്. ഈ ഒരു മേലെയുള്ള ഒരു മലനിരയാണ് ഹിമാദ്രി. രണ്ടാമത്തെ അതിന് തൊട്ട് താഴെയുള്ളത് ഹിമാചലാണ്. അതിനും താഴെ ഏറ്റവും താഴെയുള്ള ഒരു മലനിരകളാണ് ശിവാലിക് മേഖല. അപ്പൊ ഏറ്റവും മേലെയുള്ളത് ഹിമാദ്രിയും, രണ്ടാമത് ഹിമാചലും, മൂന്നാമത് ശിവാലിക് താഴ്വര. കുറച്ചുകൂടി താഴെയുള്ള മേഖലയാണ് ശിവാലിക് താഴ്വര എന്ന് പറയുന്നത്. മൂന്നാമത്തെ മേഖല കിഴക്കൻ മലനിരകളാണ്. ഈ ഒരു ഭാഗത്താണ് അതായത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്സിൽ ഉൾപ്പെട്ട മലനിരകളാണ് ഈസ്റ്റേൺ ഹിമാലയ അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ. ഈ മലനിരകളിൽ ആദ്യത്തെ മലനിര പത്കായ്ബൂം എന്നുള്ളൊരു മലനിരയാണ്. അത് ഈ ഭാഗത്താണ്. രണ്ടാമത്തേത് നാഗാ കുന്നുകളാണ്. നാഗാ കുന്നുകൾ എവിടെയാണ്? ഈ 2 എന്നുള്ള ഭാഗം രേഖപ്പെടുത്തിയ ഒരു ഭാഗത്താണ്. മൂന്നാമത്തേത് ഗാരോ ഖാസി കുന്നുകളാണ്. അത് ഈ ഒരു ഭാഗത്താണ് ഗാരോ ഖാസി കുന്നുകൾ ഉള്ളത്, ഈ 3 എന്നുള്ളവിടെ. നാലാമത്തേത് മീസോ കുന്നുകളാണ്. മീസോ കുന്നുകൾ കുറച്ചുകൂടി താഴെയുള്ള ഒരു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഈ ഉത്തരപർവ്വത മേഖലയെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ട്രാൻസ് ഹിമാലയം ഏറ്റവും മേലേത്തെ ഭാഗം, രണ്ടാമത്തെ കുറച്ച് താഴെയുള്ള ശരിക്കുള്ള ഹിമാലയം ഭാഗം,
പിന്നെ ഇതിന്റെ ഒരു തുടർച്ചയായി കാണുന്ന കിഴക്കൻ മലനിരകൾ. അങ്ങനെ ഹിമാലയത്തെ 3 ഭാഗങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. പാമിർ പീഠഭൂമിയാണ് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്. പാമിർ പീഠഭൂമിയാണ്. അപ്പോ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു മാർക്കിംഗ് ഉണ്ട് അല്ലെ, ഒരു ബ്രൗൺ കളറിൽ, ഈ ഒരു സ്ഥലമാണ് പാമിർ പീഠഭൂമി. എന്തുകൊണ്ടാണ് ഇവയെ ഒരു പാമിർ പീഠഭൂമി എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻഷാൻ, കുൻലുൻ, കാറാക്കോറം മുതലായ പർവ്വതനിരകൾ പാമിർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ പോലെയാണ് ഈ ഒരു പാമിർ നോട്ട് അല്ലെങ്കിൽ പാമിർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇവയിൽ നിന്ന് ഹിന്ദുക്കുഷ്, ഇതാണ് ഹിന്ദുക്കുഷ് മലനിരകൾ, സുലൈമാൻ ഇവിടെയുള്ള മലനിരകളാണ്. അതുപോലെ ടിയാൻഷാൻ മലനിരകൾ ഇങ്ങനെ പോകുന്നതാണ് ടിയാൻഷാൻ മലനിരകൾ. അപ്പോ അങ്ങനെ ഒരു മലനിരകൾ കൂടി ഉണ്ട്. ഇനി കുൻലുൻ മലനിരകൾ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ കാറാക്കോറം മലനിരകളാണ് ഈ എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ പർവ്വതനിരകളെല്ലാം ഈ ഒരു പാമിർ നോട്ടിന്റെ അല്ലെങ്കിൽ പാമിർ പർവ്വതക്കെട്ടിൽ നിന്നുമാണ് എല്ലാ ദിശയിലേക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പീഠഭൂമിയെ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നു. കാറാക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ്, ഈ ഒരു പർവ്വതനിരയുടെ തുടർച്ചയായിട്ടാണ് കൈലാസ നിരകൾ വരുന്നത്. കൈലാസ നിരകൾ ഇവിടെയാണ്. ഈ ഒരു കാറാക്കോറം പർവ്വതനിരയുടെ തുടർച്ചയായിട്ടാണ് ഈ ടിബറ്റിലെ കൈലാസ നിരകൾ കൂടി വരുന്നത്. അപ്പോ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് എന്തെന്ന് ചോദിച്ചാൽ പാമിർ പീഠഭൂമി. ട്രാൻസ് ഹിമാലയം, കിഴക്കൻ മലകൾ എന്നിങ്ങനെ 3 ആയിട്ടാണ് ഹിമാലയം തരം തിരിച്ചിരിക്കുന്നതെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. കാഞ്ചൻജംഗ, നന്ദാദേവി, കാഞ്ചൻജംഗ തുടങ്ങിയ ഉയരം കൂടിയ കൊടുമുടികൾ ഹിമാലയ മലനിരകളുടെ ഭാഗമാണ്. എവറസ്റ്റ് കൊടുമുടിയാണ് ഈ നിരകളിൽ ഏറ്റവും ഉയരം കൂടുതൽ ഉള്ളത്. അതെവിടെയാണ്? നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയത്തിലെ മഞ്ഞു മൂടിയ പർവ്വതനിരകൾക്ക് തൊട്ട് തെക്ക് ഭാഗത്ത് തണുപ്പിന്റെ തീവ്രത കുറവാണ്. ഈ മേഖലയിൽ സിംല, ഡാർജിലിംഗ്, മണാലി തുടങ്ങിയ നിരവധി സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ കൃഷി എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിൾ, ഓറഞ്ച്, തേയില എന്നിവയെല്ലാമാണ്. ഹിമാലയൻ മലനിരകൾക്ക് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും തുടക്കത്തിൽ സ്ഥിതി ചെയ്യുന്ന, നോർത്തിൽ സ്ഥിതി ചെയ്യുന്ന, വടക്കിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെയാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പൊ ആ ഭാഗത്ത് ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? കാരാക്കോറം, ലഡാക്ക്, സസ്കർ, ഈ ABC, കാരാക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ മേഖലകളാണ് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ, ഇവിടെയാണ് മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ട്രാൻസ് ഹിമാലയൻ റീജിയനിലാണ്. 8661 കിലോമീറ്റർ, 8661 മീറ്റർ ആണ്, കിലോമീറ്റർ അല്ല, മീറ്റർ ആണ് ഈ ഒരു മലനിരയുടെ അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിന്റെ ഉയരം എന്ന് പറയുന്നത്. ഈ ഒരു മലനിര സ്ഥിതി ചെയ്യുന്നത് കാറാക്കോറം മലനിരകളിലാണ്. ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത്, ഈ ഒരു ഭാഗത്തിന്റെ ശരാശരി ഉയരം എത്രയാണ്? 6000 മീറ്റർ ആണ്. 6000 മീറ്റർ ആണ്. 6 കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. 6 കിലോമീറ്ററോളം ഉയരമുണ്ട് ഇവിടുത്തെ മലനിരകൾക്ക് ആവറേജ്. ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിലാണ് ഹിമാലയ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു പർവ്വത നിരയാണ്. ഈ ഒരു കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും
പർവ്വതത്തിന്റെ ഉയരം കുറഞ്ഞു വരുന്നതായി കാണാം. ഉയരത്തെ പോലെ തന്നെ വീതിയും കുറഞ്ഞു വരുന്നതായി കാണുന്നുണ്ട്. എന്തെന്നാൽ കാശ്മീർ പോലുള്ള പ്രദേശത്ത് 400 കിലോമീറ്ററോളം വീതിയുള്ള ഹിമാലയൻ പർവ്വതനിരക്ക് അരുണാചൽ പ്രദേശ് എത്തുന്തോറും 150 കിലോമീറ്ററായി കുറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഏകദേശം 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വീതിയുള്ള ഈ ഒരു പ്രദേശം സമാന്തരങ്ങളായ 3 പർവ്വതനിരകൾ ഉൾപ്പെട്ടതാണ്. ഓരോന്നിന്റെയും സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ മൗണ്ട് എവറസ്റ്റിനെ പറ്റി അറിയേണ്ടതുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഒരു കൊടുമുടിയാണ് ഹിമാലയ പർവ്വതത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഉയരം 8848 മീറ്റർ ആണ്. ഈ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലാണ്, നേപ്പാളിലാണ്. ഹിമാലയത്തിന്റെ 3 ഭാഗങ്ങളാണ് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്നിവ. അതിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഹിമാദ്രി. ശരാശരി ഉയരം ഇവിടത്തെ 6000 മീറ്റർ ആണ്. ഗംഗ, യമുന പോലുള്ള നദികളുടെ ഉത്ഭവ സ്ഥാനമായി കണക്കാക്കുന്നത് ഹിമാദ്രിയാണ്. 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ കൂടി ഈ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് കാഞ്ചൻജംഗ പീക്ക് ഇവിടെയാണ്, അതുപോലെ നന്ദാദേവി ഇവിടെയാണ്. അങ്ങനെയുള്ള കൊടുമുടികളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഹിമാദ്രി എന്നുള്ള ഒരു സ്ഥലത്താണ്. അടുത്ത് കുറച്ചുകൂടി, അതായത് ഹിമാദ്രിക്കും ശിവാലിക്കിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഹിമാചൽ എന്ന് പറയുന്നത്. ഈ ഭാഗം എന്താണ്, ഹിമാദ്രിയുടെ അത്ര ഉയരമില്ലെങ്കിൽ കൂടിയിട്ടും ശരാശരി ഉയരം ഒരു 3000 മീറ്റർ എല്ലാം വരുന്നുണ്ട്. കുറച്ചുകൂടി താഴ്ന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വത നിരകൾ കൂടിയിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ഇതെല്ലാം തെക്കേ ചരിവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ തെക്കേ ചരിവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാദ്രിയെ വെച്ച് നോക്കുമ്പോൾ ഉയരവും കുറവാണ്. ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ശിവാലിക്. ശിവാലിക് കുറച്ച് കൂടി താഴ്ന്ന ഒരു ഭാഗമാണ് ഹിമാലയത്തിന്റെ. ഉയരം വളരെ കുറവുമാണ് മറ്റുള്ളവയെ വെച്ച് നോക്കുമ്പോൾ. 1220 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഹിമാലയൻ നദികൾ ഈ പർവ്വതനിരയെ മുറിച്ചുകൊണ്ട് ഒഴുകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലയിടത്തും ഇതിന്റെ ഒരു തുടർച്ച നഷ്ടപ്പെട്ടതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നീളമേറിയതും വിസ്തൃതിയുമായ താഴ്വാരങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. ഇവയെ ഡ്യൂണുകൾ എന്നാണ് വിളിക്കുന്നത്. ഈ താഴ്വരകളെ വിളിക്കുന്നത് എന്താണ്, ഡ്യൂണുകൾ എന്നാണ്. ഡെറാഡൂൺ ഒരു ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നുണ്ട് ഇവിടെ. അപ്പൊ അത് ശിവാലിക് മേഖലയിലുള്ള ഡെറാഡൂൺ. കിഴക്കൻ മലനിരകൾ എന്ന് വെച്ചാല് ഏറ്റവും കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഉത്തരപർവ്വത മേഖലയുടെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മലനിരകൾ ഹിമാലയത്തിന്റെ ഒരു തുടർച്ചയായിട്ടാണ് കാണുന്നത്. അപ്പൊ ഉയരവും വളരെയധികം താഴ്ന്ന ഒരു പ്രദേശമാണ്. 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഒരു പ്രദേശത്തെ പൂർവാചൽ എന്നുകൂടി നമ്മൾ പറയുന്നുണ്ട്. പൂർവാചൽ എന്നുകൂടി പറയുന്നുണ്ട്. നമ്മുടെ ഈസ്റ്റേൺ സ്റ്റേറ്റ്, ഇന്ത്യയുടെ ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, അവയെല്ലാം ഈ ഒരു കിഴക്കൻ മലനിരകളുടെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ കിഴക്കൻ മലനിരകളുമായി ബന്ധപ്പെട്ട മേഖല. ചിറാപുഞ്ചി ഈ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പ്രദേശത്ത് നിബിഡമായ ഉഷ്ണമേഖലാ കാടുകളുണ്ട്. കൂടുതൽ മഴ ലഭിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കാടുകൾ കൊണ്ട് സമ്പന്നമായ ഒരു പ്രദേശങ്ങൾ തന്നെയാണ് ഈ കിഴക്കൻ മലനിരകൾ ഉൾപ്പെടുന്ന ഭാഗം. ഹിമവാന്റെ മടിത്തട്ടിലെ ജീവിതം എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ ഹിമാലയ പർവ്വതം ആശ്രയിച്ച് ജീവിക്കാൻ എങ്ങനെയാണ് അവരുടെ ജീവിത മാർഗങ്ങൾ കണ്ടെത്തുന്നതെന്ന് നോക്കാം. ആദ്യത്തേത് മൃഗപരിപാലനമാണ്. ഇവിടെ പുൽമേടുകൾ സമ്പന്നമായത് കൊണ്ട് തന്നെ മൃഗപരിപാലനം വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. കാശ്മീർ, ഹിമാചൽ പ്രദേശ് ഈ സ്ഥലങ്ങളിലെല്ലാം വളരെയധികം ചെമ്മരിയാടുകളെ വളർത്തുന്നത് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ വളർത്തുന്ന അനേകായിരം പേരുണ്ട്. അതുകൂടാതെ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ കൊണ്ടുണ്ടായ ഫലപുഷ്ടമായ ഒരു ശിവാലിക്കിന്റെ ഒരു താഴ്വര പ്രദേശത്ത് കൃഷി ചെയ്യാൻ കഴിയുന്നതാണ്. ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിൾ, ഓറഞ്ച് അങ്ങനെയുള്ള കൃഷികളെല്ലാം തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തേയിലയും ഇവിടുത്തെ ഒരു പ്രധാന കൃഷി ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത്
അസാം മലനിരകളിലാണ്. ഏറെ പ്രകൃതി ഭംഗിയുള്ള ഈ ഒരു സ്ഥലം, അതായത് ഷിംല, ഡാർജിലിംഗ്, കുളു, മണാലി തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഈ ഉത്തരപർവ്വത മേഖല ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു സുഖവാസ കേന്ദ്രം കൂടിയിട്ടാണ്. അപ്പൊ ഇതുകൂടി അവരുടെ ഒരു വരുമാന സ്രോതസ്സായിട്ട് കാണാൻ കഴിയും. ഉത്തരപർവ്വത മേഖല ഇന്ത്യയിൽ എങ്ങനെ പ്രാധാന്യം അർഹിക്കുന്നവയായി മാറി? പണ്ട് മുതൽക്ക് തന്നെ വിദേശികളിൽ നിന്ന്, ആക്രമണങ്ങളിൽ നിന്നുമെല്ലാം നമ്മളുടെ ഇന്ത്യയെ കാത്തു സൂക്ഷിച്ച ഒരു വൻമതിലായിട്ട് നിലകൊള്ളുകയാണ് ഈ ഉത്തരപർവ്വത മേഖല. അപ്പോ അവരുടെയൊക്കെ ആക്രമണത്തിൽ നിന്ന് നമ്മളെ ഒരു പരിധി വരെ രക്ഷിച്ചു പോകുന്നത് ഈ മലനിരകളാണ്. കൂടാതെ മൺസൂൺ കാറ്റുകൾ ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യിപ്പിക്കുന്നത് ഈ ഉത്തര പർവ്വത മേഖല ഈ മഴ കാറുകളെ തടഞ്ഞു നിർത്തിയിട്ടാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ഉത്തര മേഖലയിലെല്ലാം ഈ മൺസൂൺ കാറ്റുകൾ മഴ പെയ്യിപ്പിക്കുന്നത്. അതുപോലെ ശൈത്യകാലത്ത് നോർത്തിൽ നിന്ന് വീശുന്ന, അല്ലെങ്കിൽ വടക്കിൽ നിന്ന് വീശുന്ന വരണ്ട കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ഇവര് പിടിച്ചു നിർത്തുന്നുണ്ട്. അതുപോലെ വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഹിമാലയ മലനിരകളുടെ ഭാഗങ്ങളെല്ലാം. നദികളുടെ ഒരു ഉത്ഭവ പ്രദേശമാണ്. ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ കൊടുമുടികളും ഹിമാനികളും ശുദ്ധജലത്തിന്റെ ഒരു വൻ ശേഖരം തന്നെയാണ്. ഈ മഞ്ഞുപാളികൾ ഉരുകിയിട്ടാണ് നീർച്ചാലുകൾ രൂപപ്പെടുന്നതും. അങ്ങനെ ഒരു പല മഹാനദികളും ഇവിടെ നിന്നും ഉടലെടുക്കുന്നതും. ഏതൊക്കെയാണോ നദികൾ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയ എല്ലാം ഹിമാലയൻ നദികൾ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. കാരണം എന്താണ്? ഹിമാലയ താഴ്വാരങ്ങളിൽ നിന്നാണ് ഇവയുടെ ഉത്ഭവം. ഇന്നത്തെ വിഷയം അവസാനിച്ചിരിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വിഷയവുമായി അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.